ദേവികേ, നിന്നെ തന്നെയാ. നീ ആ വാതിലിന് കുറ്റിയിട്. വാതിലിന് കുറ്റിയിടാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കൊന്നുമില്ല മോളെ, എല്ലാം എൻ്റെ അഭിനയം. ഇവിടെ കൊണ്ടുവന്ന ദിവസം ആകെ ഒരു വിഭ്രാന്തി പോലെ തോന്നിയിരുന്നു. പിന്നെ അതങ്ങ് മാറി. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയണോ നിനക്ക്? അവളും വിഷ്ണുവും തമ്മിൽ കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു. ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എന്നെ തല്ലി വീഴ്ത്തിയത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ ഞാനൊരു മുറിയില്ല. പരിചയമില്ലാത്ത 1-2 പേര് ഞാൻ രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ അവിടെ കാവല് നിൽപ്പുണ്ടായിരുന്നു. ഭക്ഷണം തരും, എന്തൊക്കെയോ മരുന്നുകൾ എന്നിൽ കുത്തിവെക്കുകയും ചെയ്യും. അതോടെ ബോധം കെട്ട് ഞാൻ ഉറങ്ങും. ഇവിടെ ആശുപത്രി വന്നപ്പോൾ ബോധം തെളിഞ്ഞതാ എൻ്റെ. പക്ഷേ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം തോന്നി. അതുകൊണ്ടാ ഞാൻ ബോധമില്ലാതെ അഭിനയിച്ചത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, എല്ലാവരെയും മനസ്സിലായി. ഇനി എന്തിനാ ചേച്ചി പേടിക്കുന്ന? ചന്ദ്ര സിദ്ധുവിനെ ചതിക്കല്ലേ ചെയ്തത്? വിഷ്ണുവിന്റെ ഭാര്യയായിട്ടിരുന്നോണ്ട് ചന്ദ്ര സിദ്ധുവിനെ കെട്ടിയത്. ആ കല്യാണം ഒപ്പം നിയമപരമല്ല, ഇല്ലീഗലാ. അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ ആവശ്യമില്ല. സത്യത്തില് 2 അപരിചിതരായ വ്യക്തികൾ. അതാ ഇപ്പൊ സിദ്ധുവും ചന്ദ്രയും. അതെ, പക്ഷേ അവളുടെ ലക്ഷ്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. വിഷ്ണുവിന്റെ ഭാര്യയായിരുന്നിട്ടും എന്തുകൊണ്ട് ചന്ദ്ര സിദ്ധുവിനെ കെട്ടി? ആ കല്യാണം വിഷ്ണുവിൻ്റെയും കൂടെ സമ്മതത്തോടെ ആയിരിക്കുമെന്ന് ഉറപ്പല്ലേ? എന്തുകൊണ്ട് വിഷ്ണു ആ കല്യാണത്തിന് സമ്മതിച്ചു? എന്നെ തലക്കടിച്ച് വീഴ്ത്താൻ ധൈര്യം കാണിച്ച ചന്ദ്ര എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്ന് ഉറപ്പായില്ലേ? അവളെ സഹായിക്കാൻ ആ ശരത്തിനെ പോലെ ഉള്ളവരുണ്ട് താനും. അതൊരു അപകടകരമായ കൂട്ടുകെട്ടാ മോളെ. ആ 3 പേരെയും ഒരുമിച്ച് അവസാനിപ്പിക്കണം. അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീർക്കാൻ ഇറങ്ങിയ നഷ്ടം നമുക്ക് തന്നെയാ. പക്ഷെ ചേച്ചി ഇങ്ങനെ കിടക്കുന്നോണ്ട് സിദ്ധു ഉൾപ്പെടെ ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട്. സങ്കടപ്പെടട്ടെ, അത് കുറച്ചു കാലത്തേക്ക് മതിയല്ലോ.
നമ്മളിപ്പോ ഒരു മരണച്ചുറ്റിനുള്ളിലാ. എന്തും സംഭവിക്കാം. ഇനിയൊരു ജീവൻ നമുക്കിടയിൽ നഷ്ടപ്പെടാൻ പാടില്ല മോളെ. അതിനാ ഞാൻ ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത്. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറഞ്ഞത് സിദ്ധു അടക്കം ആരും അറിയരുത്. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം. എന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ സിധുവിനെ അവർ കൊല്ലും മോളെ. എന്റെ അമൃതേട്ടനെ കൊല്ലും. എന്റെ പേടി മോള് മനസ്സിലാക്കണം. വാക്കുതാ. ആരും അറിയില്ലെന്ന് എനിക്ക് വാക്കുതാ. ചേച്ചി പേടിക്കണ്ട. ചേച്ചി പറഞ്ഞതൊന്നും വേറൊരാളറിയാൻ പോകുന്നില്ല. ഞാനായിട്ട് ആരോടും പറയാനും പോകുന്നില്ല. ചേച്ചി പറഞ്ഞത് ശരിയാ. നമ്മളിപ്പോ ഒരു മരണച്ചുറ്റിനുള്ളിലാ. ഇനിയൊരു ജീവൻ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല.